ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേഷനാണ്. ഇന്ന് ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്ന റിയാസ് ആയിരുന്നു. റിയാസ് വന്നാൽ ബിഗ് ഹൗസ് കത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. ശരിക്കും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് വന്ന ഉടനെ തന്നെ ലക്ഷ്മിയോട് കുറേ ഫയർ ചെയ്ത് നോക്കി. തിരിച്ച് ലക്ഷ്മി അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശരിക്കും തിരിച്ചും അതുപോലെ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അത് പിന്നീട് ലക്ഷ്മിയുടെ അടുത്തുനിന്ന് നടക്കുന്നില്ല എന്ന് കണ്ടപ്പം പിന്നീട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മേക്കപ്പ് റൂമിൽ പോയിട്ട്. അപ്പം ഗെയിം നടക്കുന്നില്ല, ഹോട്ടൽ ടാസ്ക് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് റിയാസിനോട് അനൗൺസ് ചെയ്യുമായിരുന്നു, ഇത് ബിഗ് ബോസ് ഹൗസാണ്, ക്ലാസിക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക് ആണ്, നിങ്ങൾ ഗെയിം കളിക്കൂ, പുറത്തുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു. 1-2 തവണ പറഞ്ഞേരം വീണ്ടും ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ലക്ഷ്മിയുടെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ലക്ഷ്മിയോട് ചോദിക്കേണ്ടത്, നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, പുറത്തുനിന്ന് വരുന്നവർക്ക് ഗസ്റ്റിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കി എന്ന് പറയുമ്പം ലക്ഷ്മി നല്ല ആറ്റിറ്റ്യൂഡ് തന്നെ പറയുന്നു, അതാണ് ജഡ്ജ്മെൻറ്റ്, നിങ്ങൾ ചെയ്യുന്നതാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിയാസിന് മറുപടി പറയാനുണ്ടായിരുന്നില്ല. അപ്പം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് റിയാസ്, പുറത്തു നിന്നുള്ള കുറച്ച് ചീത്ത പീപ്പിൾസിൻ്റെ സപ്പോർട്ട് കിട്ടി നിങ്ങൾ ഇവിടെ തന്നെ നാണമില്ലാതെ നിന്നോന്ന്. ആരാണ് ഈ പുറത്ത് ഉള്ള കുറച്ച് ചീത്ത പീപ്പിൾ എന്ന് റിയാസ് പറയണം. കാരണം LGBTQ മാത്രമാണോ നല്ല പീപ്പിൾ? അവരുടെ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. അവരെ അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മറ്റുള്ളവരെ അതിലേക്ക് അടിച്ചമർത്താതിരിക്കുന്നതാണ് റിയാസ് വേണ്ടത്. അവരെ ചീത്ത പീപ്പിൾ എന്നുള്ള ഉള്ള അഭിസംബോധന തന്നെ വളരെ മോശമാണ്. ഈ റിയാസ് വന്നേരം ആദിലയുടെ ആറ്റിറ്റ്യൂഡിലും വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് കാണുന്നത്. അതിലേക്കും കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലേക്ക് അത് ദോഷം ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ.